വലിയവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രഭാതം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്കിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് എത്രയോ ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. നമുക്കൊരു വലിയ അനുഗ്രഹം, സമാധാനം, സ്വസ്ഥത, ജീവിതത്തിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ശരിയായ വീക്ഷണം, ഇതൊക്കെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അനുഭവമാണ്. 127 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വെറുതെ അധ്വാനിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും ചെയ്യണം. 91 സങ്കീർത്തനത്തിൻ്റെ ഒടുവിലത്തെ 3 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. 14 മുതൽ 16 വരെയുള്ള വാക്യം. ഈ വാക്യത്തിലെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നുള്ളതാണ്. ഗോഡ്സ് പ്രോമിസ് ദോസ് ഹു ക്ലോസ് വിത്ത് ഹിം. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്കുള്ള ചില വാഗ്ദാനങ്ങൾ. 14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. മാനുഷികമായ നിലയിൽ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് വേദപുസ്തകത്തിലെ ചില കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വലിയ സമാധാനമായിട്ട് തോന്നും. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് അല്പം കഷ്ടപ്പാടുകൾ സ്വയം എടുക്കാൻ തയ്യാറുള്ളവർക്കേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വളരെ വിശാലമാണ്, ജീവങ്കിലേക്കുള്ള വാതിൽ ഇടുക്കമാണ്. ദൈവത്തോടു കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവ സ്വഭാവത്തിന് ഓഹരിക്കാരായി തീരുമെന്നുള്ള അനുഗ്രഹം നമുക്കുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തോടും ദൈവത്തിൻ്റെ വിശുദ്ധിയോടും ചേർന്ന് ജീവിക്കേണ്ടി വരിക എന്നുള്ളത് നമ്മുടെ ജഡ ശരീരത്തിലെ ജീവിതത്തിൽ വളരെ ദുർഘടപൂർണമായൊരു അനുഭവമാണ്. പൗലോസ് പോലും പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും. എന്തായാലും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ നമുക്ക് കൃപ തരുന്ന ദൈവസ്നേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നവർക്കുള്ള 7 പ്രധാനപ്പെട്ട പ്രോമിസുകളാണ് ഇവിടെ പറയുന്നത്. 1, അവനെ വിടുവിക്കും. ദൈവം അവനെ വിടുവിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് ഓർത്തതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിക്കും എന്നാണ് 1ാമത്തെ പ്രോമിസ്. 2, അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവം നമ്മളെ ഉയർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കത്തുള്ളൂ. ദൈവം ഉയർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. നമ്മുടെ മനസ്സിലുള്ള ഉയർച്ചയെന്ന് പറയുന്നത് ഭൗതികമായ ഉയർച്ച, ചില പ്രത്യേക മേഖലകളിലുള്ള ഉയർച്ച എന്നൊക്കെ ഉള്ളതാണ്. അതൊന്നും ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉയർച്ചയെന്ന് പറയുന്നത് ആത്മീയമായ ഉയർച്ചയാണ്. ഒരു ആത്മീക മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉയർച്ചയാണ്. 3, അവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം വരളും. 1, പ്രതികൂലങ്ങൾ നമ്മളെ വിടുവിക്കുന്ന ദൈവം. 2, നമ്മളെ ആത്മീകമായി നമ്മളെ ഉയർത്തുന്ന ദൈവം. 3, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവം. നമ്മൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ബോധം എത്ര വലുതാണ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ സർവശക്തനായ ദൈവമാണ്. എത്ര അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു വാക്ക് കേട്ടാൽ പ്രവർത്തിക്കുന്നയാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെന്നോ അല്ലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെന്നോ ഒക്കെ കേട്ടാൽ നമുക്ക് വലിയൊരു അഭിമാനമായിരിക്കും അങ്ങനെ ഒരു വാക്കൊരാൾ പറയേണ്ടി വന്നാൽ. എന്നാൽ അതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ച സൃഷ്ടിതാവായ ദൈവം എൻ്റെ വാക്കുകൾക്ക് ചെവി തരുന്നവനാണ്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഞാനവന് ഉത്തരമരുളും. അടുത്തത് 4ാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത്, കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടി ഇരിക്കും. നമുക്കറിയാം, സുഖകാലത്ത് ഇഷ്ടം പോലെ ആളുകൾ നമ്മളോടുകൂടി ഉണ്ടാകും. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരൊക്കെയാണോ നമ്മൾ കണ്ടിട്ടുള്ളവരൊക്കെ നമ്മുടെ സുഖകാലത്തെ നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ. എന്നാൽ കഷ്ടകാലത്ത്, ആരുമില്ലാത്ത സമയത്തും ആരും നമ്മളെ കൈപിടിക്കാത്ത സമയത്തും എല്ലാവരും നമ്മളെ ഉപേക്ഷിക്കുന്ന സമയത്തും കഷ്ടകാലത്ത് നമ്മളോടുകൂടി ഇരിക്കുന്ന ഒരാളാണ് ദൈവം എന്നുള്ളത് എന്തൊരാശ്വാസമാണ്. മാത്രമല്ല, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുമെന്നുള്ളതാണ്. എന്നെ ബഹുമാനിക്കുന്ന ഒരാളാണ് ദൈവം. ഞാനവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും.
എന്നെ ബഹുമാനിക്കുന്ന ഒരാളാണ് ദൈവം. എന്നെ ആദരിക്കുന്ന, എന്നെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, അപമാനിക്കുന്ന ഒരാളല്ല, എന്നെ ബഹുമാനിക്കുന്ന ഒരാളാണ് ദൈവം. ആറാമത്തെ കാര്യം, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. ഈ ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലാത്തവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ആഗ്രഹം ദൈവം തരുന്നത്രോളം ആയുസ്സുകളിൽ ലോകത്ത് ജീവിക്കണം. കാരണം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ ഭൂമിയിലെ ഒരു മിന്നാമിനുങ്ങിൻ്റെയെങ്കിലും വെട്ടം എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അതൊരു ഭാഗ്യമാണെന്ന് കരുതുവാൻ കഴിയണം. 7-ാം വാക്യം, എൻ്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രക്ഷാപദ്ധതിയുടെ മഹത്വം, അതെനിക്ക് നൽകിയതിൻ്റെ മഹത്വം, അല്ലെങ്കിൽ ദൈവം ഒരുക്കിയ ആ രക്ഷയിലേക്ക് എന്നെ കൊണ്ടുവന്നതിൻ്റെ ആ നേട്ടം ഞാൻ അവന് കാണിച്ചു കൊടുക്കും. യശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ, എൻ്റെ ദാസൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. കർത്താവ് അനുഭവിച്ച കഷ്ടാനുഭവങ്ങളുടെ ഒരു റിസൾട്ടാണ് ഞാനെന്നുള്ളത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കുമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ പ്രഭാതത്തിൽ ഈ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.